അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് ആയിട്ട് 32ാമത്തെ ബാബ്. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ബലം കുറഞ്ഞ ആൾക്കാർ, ഫക്കീറന്മാർ, അതുപോലെ അറിയപ്പെടാത്ത ആൾമാർ, ഇങ്ങനെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വിവരിക്കുന്ന ബാബ്. ബാബു ഫളി ലഅഫത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് ലഈഫായ ശേഷി കുറഞ്ഞ ആൾക്കാർ, അങ്ങനെ ചില തടിലും ശേഷി കുറഞ്ഞെങ്കിൽ സാമ്പത്തികമായി പൈസ അങ്ങനെ കയ്യിലില്ല, സ്വത്തില്ല, അങ്ങനെ ശേഷി കുറഞ്ഞുകൊണ്ടാണ്. ശേഷി കുറഞ്ഞെന്നല്ല, പിന്നെ ചിലപ്പോൾ ആൾമാർക്ക് പലക്കറിഞ്ഞ് നേടുക സാധിക്കാത്ത ആൾമാർ, പിന്നെ സ്വത്ത് അങ്ങനെ കയ്യിലില്ല, സമ്പത്തില്ല, ഇങ്ങനെ പാവപ്പെട്ട ആൾമാർ, അങ്ങനെ ശക്തി, അങ്ങനെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഒരിക്കലും ബാബു. വൽ ഫുഖറായി, രണ്ട് പാവപ്പെട്ട ആൾക്കാർ. അപ്പൊ ആദ്യം ചെന്നത് ളഅഫത്ത്, അതായത് ബലം കുറഞ്ഞ ആൾക്കാർ, അങ്ങനെ പലക്കത്ത് വലിയ വില നീക്കില്ലേ, അങ്ങനത്തെ ആൾമാരിൽ സ്ഥാനമില്ല, അങ്ങനത്തെ ആൾമാർ ലഈഫന്മാർ ചൊല്ലും. ഫുഖറാ ചെന്ന പാവപ്പെട്ട ആൾക്കാർ. വൽ ഖാമിരീൻ, ഖാമിരീൻ ചെന്നെങ്കിൽ ഈ അറിയപ്പെടാത്ത ആൾമാർ, അറിയപ്പെട്ടവർ അറിയപ്പെടാത്തവർ ചെന്ന് ഇങ്ങനെ ആരും ഇല്ലെങ്കിൽ എന്തേ വന്നിട്ടില്ലെന്ന് കേൾക്കില്ല, അങ്ങനത്തെ ഖാമിലായ ആൾക്കാർ, അറിയപ്പെടാത്ത, മഷൂർ അല്ലാത്ത, മഷൂറുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഖാമിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾമാർ, ചില ആൾ മഹാന്മാരൊക്കെ അങ്ങനെ ആയിട്ട്, ചില ആൾ വലിയ പേരും ഇതിൽ കൊണ്ട് അറിയപ്പെട്ട മഹാന്മാരുള്ളവർ, അറിയപ്പെടാത്തവർ, അറിയപ്പെടുക ഇഷ്ടപ്പെടാത്ത, അതിൽപ്പെട്ട ആളായിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അതുപോലത്തെ മഹാന്മാർ. അങ്ങനെ ഇഷ്ടപ്പെടാത്ത, അറിയപ്പെടുക ഇഷ്ടപ്പെടാത്ത മഹാന്മാരുള്ള ഹുമൂറിന്റെ മർത്തബ അങ്ങനെ സ്വീകരിച്ചങ്ങനെ. മറ്റേ അറിയപ്പെടുക ഉദ്ദേശം അതില്, പക്ഷെ അറിയപ്പെടുക എന്നുള്ളത് കിബിറ് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ കറാമത്ത് കാട്ടിയിട്ടും അങ്ങനെ തത്വ കാട്ടിയിട്ട് ആൾമാരെ നല്ല തിരക്ക് കൊണ്ടുവരക തീരെ ആ ഒരു ഇതൊക്കെ ഉപയോഗമാക്കി. അങ്ങനെ ഔലിയാക്കന്മാരിൽ രണ്ട് രീതിയുള്ളതാണ്. പക്ഷെ ഞങ്ങളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്നെങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ളഅഫത്ത്, ശേഷി കുറഞ്ഞങ്ങ, അങ്ങ് പലക്കത്തിൽ അങ്ങ് നേടാകാവില്ല, താക്കത്തങ്കില്ല, ആ നിലക്കല്ല ശേഷി കുറഞ്ഞു പോയാൽ. പക്ഷെ അങ്ങനെ അല്ല ആൾമാർ. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠത. അതുപോലെ ഫക്കീറന്മാരായ ആൾമാർ, പൈസ സ്വത്തില്ല. അതുപോലെ ഹുമൂർ, അറിയപ്പെടാത്ത ആൾമാർ, അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് വന്നിട്ടില്ലെന്നും കേൾക്കില്ല, അങ്ങനത്തെ ആൾമാർ, അങ്ങനെ ശ്രേഷ്ഠത. ഖാല അല്ലാഹു തആല, ഇതിൽ ഫസ്റ്റ് കൊടുക്കുന്നത് ഒരു ആയത്തായിട്ട്, واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم. സൂറത്തുൽ കഹ്ഫിന്റെ 28ാമത്തെ ആയത്തായിട്ട്. ഈ ആയത്തിൽ എന്തിനു ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടും വലിയ സ്ഥാനമുള്ള മക്ക മുശ്രിക്കീങ്ങൾ വഞ്ചുന്നത് ആ പാവപ്പെട്ട ആൾമാര് ദൂരത്താക്കുക, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു മജ്ലിസ് ആക്കുക, അങ്ങനെ ഒട്ടും വേണ്ട, അങ്ങനെ നല്ല ഡ്രസ്സില്ല, അങ്ങനെ സ്ഥാനമില്ല, അങ്ങക്ക് പേരില്ല, പ്രശസ്തി ഇല്ല, ആ പാവപ്പെട്ട ആ സ്വഹാബാക്കൾ അങ്ങക്ക് വേറെ, ഞങ്ങൾ വേറെ, നിന്റെ പലക്ക ഞങ്ങൾക്ക് അത് കൊടുക്കുക, ഞങ്ങൾ കേക്കടാ, പക്ഷെ അങ്ങനെ ദൂരത്താക്കണം, ഞങ്ങൾ ഒട്ടും വേണ്ട എന്ന് ചില ആൾമാർ വന്ന് ചൊന്നിട്ടാകുമ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി തങ്ങളിട്ട് ഇറക്കി കൊടുത്ത ആയത്തായിട്ട്, വസ്ബിർ നബിയെ, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിപ്പാട്ടോ, അരെ നഫ്സക മഅല്ലദീന, ഒരു വിഭാഗം ആൾക്കാരോട് കൂടെ, യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, സുബൈലും അസറിലും സദാസമയം അല്ലാഹുമായി ഇബാദത്തിൽ സമ്പർക്കത്തിൽ ആ പാവപ്പെട്ട മുഅ്മിനീങ്ങളോട് കൂടെ, യുരീദൂന വജ്ഹഹു, അങ്ങ് അള്ളാഹുടെ പ്രതിഫലമായിട്ട് ആഗ്രഹിക്കുന്നത്, വല തഅദു ഐനാക അൻഹും, നബിയെ നിങ്ങളെ കണ്ണ് അങ്ങനെ തൊട്ടെന്താക്കണ്ട, രണ്ട് കണ്ണിൽ നിങ്ങൾ തെറ്റിക്കണ്ട, പിന്നെ അങ്ങനെ ശ്രദ്ധയിലേക്കോ അങ്ങോട്ട് സേറൂ എന്ന് അള്ളാഹു താല നബി തങ്ങളോട്ട് കൽപ്പിച്ചത്. അപ്പൊ പാവപ്പെട്ട ആൾമാരോട് കൂടെ കൂടവും അങ്ങോട്ട് സേറവും. അപ്പൊ ഇങ്ങനത്തെ ഡിമാൻഡ് വെച്ചത്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു മജ്ലിസ് ആക്കണം, ഞങ്ങൾക്ക് വേറെ ചൊല്ലണം, അങ്ങോട്ട് പാട്ട് തീരാറില്ല. അപ്പൊ ആ ഡിമാൻഡ് അള്ളാഹു താല അംഗീകരിക്കോ കിട്ടില്ല. അപ്പൊ അള്ളാഹു താല ചെന്ന നബിയെ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഈ പാവപ്പെട്ട സ്വഹാബാക്കളോട് കൂടെ നിൽക്കുള്ളൂ എന്നുള്ളത്. 252ാമത്തെ ഹദീസ്. അൻ ഹാരിസത ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹാരിസത ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ചൊല്ല, നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ട, അല ഉഖ്ബിറുകും ബി അഹ്ലിൽ ജന്ന, നിങ്ങൾക്ക് ನಾನು ಚೊಂದು ತರಟ
സ്വർഗക്കാരെ സംബന്ധിച്ച് 6 സ്വർഗത്തങ്ങൻ. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലി കുല്ലു ദഈഫിൻ, എല്ലാ ബലം കുറഞ്ഞാലും മാറും. മുതലഅഫിൻ, അങ്ങനെ മുതലഅഫ്, അങ്ങനെ നിസാരമായി കാണപ്പെട്ട ആളും മാറും. എന്തേ അങ്ക് താഴ്മയുള്ള ആൾക്കാർ, അതാ ഇത് ലൈഫ് ബലം പറഞ്ഞ താഴ്മയുടെ ആൾമാർ. അങ്ങനെ ആൾമാരുടെ ഇടയിൽ അങ്ക് ഇതില്ല, പേരില്ല, അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് വന്നിട്ടില്ല കേൾക്കില്ല. അതാ മുതലഅഫ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനോട് അങ്ങ് സത്യമിട്ടിട്ട് ഒരു കാര്യം ചെന്നെങ്കിൽ അല്ലാഹു തആല അങ്ങനെ കാര്യത്തെ നടപ്പിലാക്കറാണ്. അപ്പൊ അള്ളാഹു അങ്ങനെ ദുആത്ത് അങ്ങ് കേട്ടത് അള്ളാഹു ഉത്തരം ചെയ്യണം. അള്ളാഹുരട്ടി അങ്ങ് നല്ല നീയത്തിൽ ഒന്ന് സത്യമിട്ടിട്ട് ഇങ്ങനത്തെ ഒന്ന് ആയിപ്പോണിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അതാക്കി കളയിടുന്നത്. അതായിട്ട് ചില മഹാന്മാരൊക്കെ ചില പലക്ക ചൊല്ലലോട് കൂടെ ആ കാര്യം സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പലക്കത്ത് അള്ളാഹുരട്ടി അത്ര സ്ഥാനമുണ്ട്. അള്ളാഹുടെ അടുക്കാൻ അങ്ങ് അത്ര അടുത്താണ്. അല ഉഖ്ബിറുക്കും ബിഅഹ്ലിന്നാർ, നരകക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ തരട്ട. കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിർ, ആരാ നരകക്കാർ ചെന്നെങ്കിൽ എല്ലാ ഉത്തുല്ല് ചെന്നെങ്കിൽ അകറ്റിരവന്, ദൂരത്താക്കിരവന്. ജവ്വാൽ ചെന്നെങ്കിൽ തടയിറവന് ചെന്നെങ്കിൽ ഈ മനുഷ്യന്മാരെ അടുപ്പിക്കാണ്ട് ഓമ്പല് എന്തായിട്ട് ഓന്റെ പലക്കത്തിലും ഇതിലും പാവപ്പെട്ടെങ്കിൽ ബലമേ ഇല്ല. അങ്ങനെ എന്താക്ക കർക്കശ സ്വഭാവത്തോടു കൂടെ, പെറുപ്പ ഗട്ടി മൃദുയില്ലാത്ത സ്വഭാവത്തോടു കൂടി പെരുമാറുകയാണ്. അതാ മുസ്തക്ബിർ, അഹങ്കരിക്கிறாங்க. മുത്തഫഖുൻ അലൈഹി. അൽ ഉത്തൂൽ അൽ ഗലീദുൽ ജാഫി, അകറ്റരവന്, പെറുപ്പ സ്വഭാവം, മൃദുവായി പെരുമാറുക തരില്ല. അതാണ് ജവ്വാൽ നബി ഫത്തിൽ ജീമി തസ്ദീദിൽ വായു ബില്ലാഹിൽ മൂജമ, പുള്ളിയുള്ള ലാവ് കൊണ്ട് വാവുക ശബ്ദോട് കൂടെ ജീമോൾക്ക് ഫത്തോട് കൂടി ജവ്വാൽ ഉണ്ടാകും. വഹുവ അൽ ജമു അൽ മനു, തടയുക എന്നർത്ഥം. തടയിടവണ്. അതാ ചൊന്നെങ്കിൽ ഈ മനുഷ്യന്മാരുടെ കർക്കശമായി പെരുമാറിടവണ് എന്നർത്ഥം. മനുഷ്യന്മാരുടെ പെറുപ്പ സ്വഭാവത്തോടു കൂടെ, മൃദുവല്ല. പിന്നെ വക്കീല അല്ലാഹുമുൽ മുഖ്താലു ഫി മിഷിയത്തി, പിന്നെന്ന് ചന്ദ്രന് ഇത് ജവ്വാല് അർത്ഥം നടക്കുമ്പോക്ക് അഹങ്കരിച്ച് നടക്കുന്ന വലിയ തടിയുള്ള മനുഷ്യന്. വക്കീൽ അൽ കസീറുൽ, ഇതിനർത്ഥം ചുരുങ്ങിയ കുള്ള, ഭയങ്കര ഭയറുള്ളവൻ. അത് അങ്ങനെ സ്വഭാവം, അങ്ങനത്തെ സ്വഭാവത്തോടു കൂടി പെരുമാറുടെ ശരീരം ഈ കെട്ടലേക്ക് എന്നിട്ട് അഹങ്കാരത്തോടു കൂടി നടക്കണമെന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നരകക്കാർ എന്നും, പിന്നെ ആര് ബലം കുറഞ്ഞ ആളുമാർ, താഴ്മയുള്ള ആളുമാർ, കിബിറിനടിക്കാത്ത എന്നർത്ഥം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംബന്ധിച്ചാണ് സ്വർഗക്കാർ എന്ന് ചൊന്നത്. അപ്പൊ എന്തെല്ലാം ഇതിൽ ചൊന്നത്, പാവപ്പെട്ട ആളുമാർക്ക് ശ്രേഷ്ഠത ഉണ്ട്, അള്ളാന്റെ അടുക്കൽ അങ്ങ് സ്ഥാനമുള്ളവർ, വലിയ ബലമുള്ളവർ, എനിക്ക് പലക്കത്ത് വരെ ബലുണ്ട് എന്നും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഹദീസിൽ അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.